ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയുടെ പാർട്ട് 3 ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രഗ്നൻസി പ്ലാനിങ്, അതായത് ഒരു ഹെൽത്തി പ്രഗ്നൻസി നമ്മളൊരു ഡോക്ടറെയൊക്കെ കാണാതെ നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ അവർ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പാർട്ട് 1 തൊട്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാർട്ട് 1ലും പാർട്ട് 2വിലും നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് നമ്മുടെ പ്രഗ്നൻസി ഓവുലേഷൻ കഴിഞ്ഞ് ഇൻ്റർകോഴ്സ് ചെയ്യുന്ന എഗ്ഗും സ്പേമും കൂടെ ജോയിൻ്റ് ആകുന്നത് വരെയാണ് നമ്മൾ പറഞ്ഞ് നമ്മുടെ ഓവുലേഷനും ഒക്കെ കഴിഞ്ഞ് ഇംപ്ലാന്റേഷൻ വരെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരുടെയും വലിയൊരു ഒരു ആകാംക്ഷയാണ് ഈ പ്രഗ്നൻസി കിറ്റ്. അതായത് പ്രഗ്നൻസി കിറ്റ് വെച്ച് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ പ്രഗ്നൻസിയാണ്, കാരണം നമ്മൾ എല്ലാ ഓവുലേഷൻ ഡേറ്റും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ബന്ധപ്പെട്ടവർക്ക് അവർ പ്രഗ്നൻ്റ് ആവുന്നൊരു കോൺഫിഡൻസ് ഉണ്ടാകും. സോ അങ്ങനെ അതൊരു ടെൻഷനായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് അവരുടെ പ്രഗ്നൻസി എങ്ങനെ നേരത്തെ കൺഫേം ചെയ്യാം, ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ റിലേറ്റഡ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കാവുന്നതാണ്, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് 1% യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് റിലേറ്റഡ് ബാലൻസ് വീഡിയോസ് കാണാൻ വേണ്ടി ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളെല്ലാവരും ഓവുലേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, നമ്മൾ പ്രഗ്നൻ്റ് ആണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ചെറിയ ചേഞ്ചസ് വരെ നമ്മൾ നോട്ട് ചെയ്യുകയും അത് നമ്മുടെ പ്രഗ്നൻസിയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. അത് നമ്മുടെ ഒരു ഒരു സന്തോഷമാണ്. സോ അങ്ങനെയുള്ളവർക്ക് ഈ സിംറ്റംസും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് ഉറപ്പിക്കാം അത് പ്രഗ്നൻസി മൂലമാണ്. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ പീരിയഡ്സ്, നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി കിറ്റിൽ, അതായത് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കൺഫേം ചെയ്യാം നിങ്ങൾ പ്രഗ്നൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ എല്ലാ സിംറ്റംസും എല്ലാവരിലും കണ്ടുവരണമെന്നില്ല. എല്ലാവരിലും ചിലപ്പോൾ 1-2 സിംറ്റംസേ ഉണ്ടായിരിക്കത്തുള്ളൂ, ചിലപ്പോൾ എല്ലാ സിംറ്റംസും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ സിംറ്റംസാണ് ഉള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇപ്പം നിങ്ങളുടെ സിംറ്റംസ് ഞാൻ പറയുമ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ സിംറ്റംസും നിങ്ങൾക്കുണ്ടോ ഇല്ലയെന്നൊന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് വെച്ച് കൺഫേം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പ്രഗ്നൻസി കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുകയാണ്, ഈയിടെ നമ്മുടെ വീഡിയോയുടെ ഇടയിൽ ഞാനൊരു കമൻറ്റ് കണ്ടു, ഈ സിംറ്റംസ് ഒന്നും എനിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോയിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ 1000 പേരുടെ പ്രഗ്നൻസി ഒരുപോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ഉപകാരപ്പെടുന്നവർക്ക്, അതായത് ചില സിംറ്റംസ് കാണുമ്പോൾ ഞാൻ പ്രഗ്നൻസി ആണ് എന്ന് ഡൗട്ടുള്ളവർക്ക് 100% യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണിത്. കാരണം അവർക്ക് എന്തൊക്കെയാണ് സംശയിക്കേണ്ടത്, എന്തൊക്കെ ചാൻസസ് ആണ് അവിടെ ഉള്ളതെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ പീരിയഡ്സ് മിസ്സാകുക എന്നുള്ളതാണ് നമ്മുടെ പ്രഗ്നൻസിയുടെ എപ്പോഴും ഫസ്റ്റ് സിംറ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു പീരിയഡ്സ് മിസ്സാവുകയാണെങ്കിലാണ് നമ്മൾക്ക് പ്രഗ്നൻസിക്ക് ചാൻസസ് നമ്മൾക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നമ്മുടെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന്. അപ്പം ഈ ആർത്തവം അതായത് നമ്മുടെ പീരിയഡ്സ് 1 മാസം എടുക്കും പീരിയഡ്സ് തെറ്റോ ഇല്ലെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഈ പീരിയഡ്സ് തെറ്റുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും കൂടി ഞാൻ പറയാം. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിപ്പോണേ. നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ, അതായത് നമ്മുടെ ഇംപ്ലാന്റേഷനൊക്കെ കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി തന്നെ നമ്മൾക്ക് പീരിയഡ്സ് മിസ്സാകുന്നതിന് മുന്നേ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള സിംറ്റംസ് നമ്മൾക്ക് ചെറിയ രീതിയിൽ കാണിച്ചു തുടങ്ങും. അത് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കുന്നത്. അതിൽ നമ്മൾ എല്ലാവർക്കും കണ്ടുവരാനുള്ള ഒരു കാര്യമാണ് മോർണിംഗ് സിക്നെസ്. അതൊരു പ്രത്യേകത, അല്ലെങ്കിൽ അതൊരു പ്രധാന കാര്യമായിട്ട് നമ്മൾ പറയുന്നത്, രാവിലെ നമ്മൾ പല്ല് തേക്കാനൊക്കെ എണീക്കുന്ന സമയത്ത് നമുക്കത് നന്നായിട്ട് അറിയാൻ പറ്റും പ്രഗ്നൻസി ലേഡീസ് ആണെങ്കിൽ. ഇത് നമ്മൾക്ക് ഹോർമോൺ വ്യതിയാനം കാരണം ഉണ്ടാകുന്നതാണ്. ഗർഭകാലത്ത് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം നമ്മൾക്കിത് എല്ലാവരിലും തന്നെ, മോസ്റ്റ് ഓഫ് ദി പ്രഗ്നൻ്റ് ആകുന്ന എല്ലാവരിലും നമ്മൾ കണ്ടുവരുന്ന ഒരു മെയിൻ ലക്ഷണമാണ് ആണിത്. അതുപോലെ തന്നെ നമ്മൾക്ക് രാവിലെ എണീക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരുന്ന ഫുഡുകൾ നമ്മൾക്ക് കഴിക്കാൻ പറ്റാതെ വരിക, ചില ഭക്ഷണങ്ങളോട് നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണത്തോട് നമ്മൾക്ക് ഒട്ടും താല്പര്യമില്ലാതെ നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു ഇതിലേക്ക്, നമുക്കത് നോക്കാൻ പോലും പറ്റാത്തൊരു രീതിയിലേക്ക് നമ്മൾക്കതിൻ്റെ സ്മെല്ല് പിടിക്കാതെ വരിക, മനം പുരട്ടുക, അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾക്ക് വേറൊരു കാര്യം കാണുന്നതാണ്, ചില വസ്തുക്കളോട് താല്പര്യം കൂടുതൽ. നമ്മളെപ്പോഴും കോമൺ ആയിട്ട് പറയാറുള്ളതാണ് നമ്മുടെ പച്ചമാങ്ങ, ദോശ, അങ്ങനെയുള്ള ഐറ്റംസിനോട് കൂടുതലൊരു താല്പര്യം.
അതുപോലെ തന്നെ നമുക്ക് മാറിടങ്ങളിൽ ഉണ്ടാകുന്ന വേദന, നമുക്ക് മാറിടത്തിലൊരു കുത്തൽ പോലെ തോന്നുക, നിപ്പിളിന് ചുറ്റും കറുപ്പ് നിറം, ഇതൊക്കെ വരുന്നത് നമ്മൾ പ്രഗ്നൻസിയുടെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. അതായത് മാറിടത്തിന് നമ്മൾക്ക് കനം തോന്നുക, നമ്മൾക്ക് സാധാരണ അപേക്ഷിച്ചിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ 2 ആഴ്ച സമയത്ത് നമുക്ക് കണ്ടുവരും. നമ്മുടെ മാറിടങ്ങളിൽ കുറച്ചും കൂടി മൃദുവാകുകയും അതിലെന്താ പറയുക വീർക്കുന്നതായിയൊക്കെ നമുക്ക് തോന്നും. ഹോർമോണിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാരണമാണ് നമ്മൾക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വേദനകൾ അല്ലെങ്കിൽ അതിൽ ചേഞ്ചസ് നമ്മൾക്ക് വന്നു തുടങ്ങുന്നത്. അതുപോലെ നമുക്ക് വയറ്റിലാണെങ്കിൽ വയറെപ്പോഴും നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നുക, വയറ്റിൽ ഗ്യാസ് കെട്ടി നിൽക്കുന്നത് തോന്നുക, വയറിന് കലം തോന്നുക, ഒരു എന്താ പറയുക നമുക്ക് ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും നമ്മുടെ വയറ്റിലാണെങ്കിൽ. അത് വളരെയധികം അറിയത്തില്ലെങ്കിൽ ഗ്യാസിൻ്റെ ശല്യമൊക്കെ നമ്മൾക്ക് ആ ഒരു സ്റ്റേജിൽ, അതായത് ഏർലി സ്റ്റേജിൽ ഗ്യാസിൻ്റെ ശല്യം നമ്മൾ കണ്ടുവരാറുണ്ട്. സോ ഇങ്ങനെ വയറ്റിൽ എപ്പോഴും നമ്മൾ ഇച്ചിരി ഫുഡ് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് നിറയുന്നത് പോലെ തോന്നുക, അല്ലെങ്കിൽ നിറഞ്ഞിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇതിനോടനുബന്ധിച്ച് വരുന്ന മോർണിംഗ് സിംറ്റംസ് ആയിട്ട് നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക. അതുപോലെ തന്നെ നമുക്ക് എന്താ ഒരു ഗർഭത്തിൻ്റെ 4 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഈ യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്രസ് വലുതാകുന്നത് കാരണമാണ്. ഇത് നമ്മൾ യൂട്രസിൻ്റെ കുഞ്ഞ് പറ്റിപ്പിടിച്ച് വളരുന്നതിൻ്റെ കാരണമായിട്ട് നമ്മൾക്ക് ആ ഒരു യൂട്രസ് വലുതാകുന്നതനുസരിച്ച് നമ്മുടെ മൂത്രസഞ്ചിക്ക് അതിനൊരു കനം കിട്ടുന്നത് കൊണ്ട് നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾക്ക് നോർമലിനെ അപേക്ഷിച്ച് എപ്പോഴും യൂറിൻ പാസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. ഇത് നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട, നമ്മളീ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാക്കി, ഒരു സിംറ്റമാക്കി നമുക്കിതിനെയും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾക്ക് മലബന്ധത്തിലും എന്താ പറയുക ഒരു നോർമലിനെ അപേക്ഷിച്ച് മലബന്ധത്തിലും നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോകാനും ബാത്റൂമിൽ പോകാനും ഒക്കെ തോന്നുന്ന ഓരോരോ സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പല പോയിന്റ്സ് നമുക്ക് പറയാതെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന സിംറ്റംസാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ നമുക്കുള്ളൊരു ചേഞ്ചസാണ് നമ്മുടെ മൂഡിൽ വരുന്ന മാറ്റങ്ങൾ. അതായത് നമ്മുടെ ഡെയിലി റൊട്ടീനിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിൽ നിന്ന് നമ്മുടെ മൂഡിനുണ്ടാകുന്ന ചേഞ്ചസ്, നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റോട് ചെയ്തിരുന്ന കാര്യങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റോട് ചെയ്യാൻ പറ്റാതിരിക്കുക, നമുക്ക് കൂടുതൽ ഒറ്റയ്ക്കിരിക്കാൻ തോന്നുക, സൈലൻ്റ് ആയിട്ടിരിക്കാൻ തോന്നുക, ഇതൊക്കെ പ്രഗ്നൻസിയുടെ സംബന്ധമായി നമ്മുടെ ഹോർമോൺ ചേഞ്ചസിൽ ഉണ്ടാകുന്ന വ്യതിയാനം കൊണ്ട് നമ്മൾക്ക് തോന്നുന്ന ബുദ്ധിമുട്ടുകളായി നമ്മൾ കണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആദ്യത്തെ ഗർഭമാണെങ്കിൽ നമുക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ ഇങ്ങനെ മാറി പെട്ടെന്ന് നമ്മൾ പോലും അറിയാതെ നമ്മുടെ എന്താ പറയുക മൂഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ പീരിയഡ്സ് ടൈമിലൊക്കെ ഉണ്ടാകുന്ന ആ മൂഡ് സ്വിമ്മിങ് പോലെ തന്നെ നമ്മൾക്കൊരു ഗർഭകാലത്ത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ നമ്മൾക്ക് മൂഡിലും നമ്മുടെ ആ ഒരു ചിന്താഗതിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാനും പെട്ടെന്ന് സന്തോഷം വരാനും ഉള്ള ഒരു ഇതായിട്ട് നമ്മൾക്ക് കണ്ടുവരാറുണ്ട്. അതുപോലെ നമുക്ക് ഗർഭിണികൾക്ക് വായിൽ ഉമ്മുനീര്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഉമ്മുനീര് എപ്പോഴും വരുന്നത് പോലെ നമുക്ക് തോന്നും. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വായിൽ നമ്മൾ നോർമലായിട്ട് നിൽക്കുന്നതിനെ അപേക്ഷിച്ച് നമ്മൾ ചുമ്മയൊക്കെ ഇരിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ വായിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഈ ഗർഭകാലത്ത് ഉണ്ടാകുന്ന തലവേദന, നമ്മൾ നോർമലായിട്ട് തലവേദനയൊന്നും ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് തലവേദനയൊന്നും ഉണ്ടാവേണ്ട ഒരു കാര്യം ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമുക്കുണ്ടാകുന്ന തലവേദനയൊക്കെ നമ്മുടെ ഗർഭത്തിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങളാണ്. നമ്മളിത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഗർഭകാലത്തിൻ്റെ 10 ലക്ഷണങ്ങൾ. അതിൽ നിന്നും നമ്മൾ ഏതൊക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റണ കുറച്ച് സിംറ്റംസാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഡെയിലി നമുക്ക് മനസ്സിലാവുന്ന നമ്മുടെ നോർമൽ റൊട്ടീൻ ഒന്ന് ചേഞ്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്ന റൊട്ടീൻസാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് മെസ്സേജ് അയക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ചോദിച്ചാൽ മതി കമൻറ്റ് ബോക്സിൽ. ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ. അപ്പം നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.